ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. മക്കളെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതൊക്കെ മാറി വരുന്നുണ്ട്. നമ്മളെ പെടലി ഉളുക്കിയിട്ടുണ്ട്. പെടലി അറിയുമ്പോൾ ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല അല്ലേ, കഴുത്ത്. അപ്പോൾ അതിങ്ങനെ തല തിരിക്കാൻ വയ്യ മക്കളെ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അസുഖം. അപ്പോൾ ഓരോ വട്ടം പോയിക്കാണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടാണല്ലോ. അപ്പം നമ്മൾ കൊറിയറും അതുപോലെ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ കുറേ നേരം കുനിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ദിവസം പോയിക്കാണ്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് പോകുന്നു. അപ്പം നല്ലൊരു മാറ്റം ഉണ്ടായിന്. ഇപ്പം ഇടത് ഭാഗമായിട്ടോ, വലതു ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഇടത് ഭാഗമായിരിക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. മസിൽ പിടിക്കുക എന്നാണല്ലോ അതിന് പറയുക. അപ്പോൾ ഒരു വട്ടം ഹോസ്പിറ്റലിൽ പോയി കണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ച് പോകുന്നതാണ്. ഇനിയിപ്പോൾ അതിന് നിൽക്കാനാവില്ല എഴുതിക്കാണ്ട്. ഇതിങ്ങനെ ചേലാവൂലേ മക്കളെ ഈ ഇഞ്ചക്ഷൻ വെക്കൽ. അപ്പോൾ പിന്നെ അതിന് നിന്നില്ല കേട്ടോ. ഒരട്ടം പോയി ഫിസിയോതെറാപ്പി ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ല് ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലുമൊക്കെ ഇനി പോകണം എന്നുണ്ട്. അപ്പം ഇന്ന് ഒന്നിനും വയ്യ, യന്ത്രമനുഷ്യൻ നിൽക്കണ പോലെ നിൽക്കുകയാണ്. അപ്പോൾ കാക്കുവാണ് നടുക്കളിയിലെ ഭരണങ്ങളൊക്കെ. അപ്പോൾ കാക്കുവിൻ്റെ അപ്പാണ് ഇലയിലൊക്കെ ചുട്ടുകാണ്ട് കുട്ടികൾക്ക് അപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന പോലെ ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട് കേട്ടോ. കൈ ഭയങ്കര വേദന ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും കിട്ടണുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു ഭാഗം ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടണത്. പിന്നെ നമ്മൾ ആ ക്ലിപ്പ് അതിന്മേൽ വെച്ച കാര്യമല്ല മക്കളെ, ഒന്നെങ്കിൽ കുട്ടികൾ പിടിച്ചു കാണും വലിച്ച നിലത്തേക്ക് ഇടുകയാണേ. അപ്പോൾ അതിന്മേൽ വെച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ആ ക്ലിപ്പൊക്കെ കേട് വന്നിട്ടുണ്ട്, നമ്മളാ സ്റ്റിക്ക് ഉണ്ടല്ലോ അത്. അപ്പം ഞാൻ തന്നെയാണ് ഇങ്ങനെ ക്യാമറ മെല്ലെ പിടിച്ച് വെക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷെയ്മോളും മെല്ലെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് പോകുമ്പോൾ കേട്ടോ. കുറേ നേരം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കയ്യിന് ഭയങ്കര വേദനയല്ലേ, അപ്പോൾ ഷെയ്മോളും പിടിച്ചു കൊടുക്കും. അപ്പോൾ ബേബിയാളെ മാനേജ് ചെയ്യണ പരിപാടി തന്നെയാണ് ഇന്നിപ്പോൾ കാര്യമായിട്ട് കാക്കൂന്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എഴുതിക്കാണ്ടേ കലക്കിപ്പാർന്നപ്പാണ് കാര്യമായിട്ട് ഉണ്ടാക്കുക. കലക്കിപ്പാർന്നപ്പം പറയുമ്പോൾ പൊടി കലക്കിക്കാണ്ടും അരി അരച്ചിക്കാണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞുമണികൾക്ക് വെയ്യാതും കൂടി ആയാൽ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ പിന്നെ പറയേണ്ട വീട്ടിലെ പൂരങ്ങൾ കാക്കു തന്നെ തിന്നു നോക്കുകയാണ് രസമുണ്ടോ അറിയാൻ. അപ്പം പൊടി ആക്കിക്കാണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കാട്ടി കൂട്ടണമൊക്കെ കേട്ടോ. തേങ്ങ എന്തെങ്കിലുമൊക്കെ ചിരകിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. കട്ടിപ്പത്തിരി എന്നൊക്കെ പറയാം നമ്മൾ ഇവിടെ കേട്ടോ. പക്ഷേ തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. ഉപ്പിട്ട് കാണ്ട് അങ്ങോട്ട് കാക്കു ഇട്ടിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇലമ്മലൊന്നും ഇടലില്ല, ചട്ടിക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം കയ്യിലിങ്ങനെ തൊട്ടുകാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പുറനടി കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ നിർത്തി വരുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യൽ. കാക്കൂന് പിന്നെ അതൊന്നും വിഷമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ വായൻ്റെ ഇലയിലൊക്കെ ഇട്ടുകാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഭയങ്കര തിരക്കുടിച്ച ദിവസം തന്നെയാണ്. എന്നാലും നമ്മൾ ആ അടുക്കളയിൽ എവിടെയെങ്കിലും ഒരു മൂലക്കൽ കുത്തിച്ചാരി നമ്മളെ വെക്കാഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ഇവരെടുക്കുകയാണെങ്കിലും നമുക്കൊരു സമാധാനക്കേടാ. അല്ലെങ്കിൽ പാത്തുവോ ഒരു 10 തവണ കാക്കു വിളിച്ച് ചോദിക്കൂട്ടോ. എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഇതൊക്കെ അവരുണ്ടാക്കും, നിങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഓരോ വ്ളോഗൊക്കെ ഒന്ന് കണ്ടു നോക്കി. എന്താ തരൂ കുട്ടികൾക്ക് തരുതേ ആ കുട്ടികളല്ലത് പഠിച്ചാൽ പറ്റുള്ളൂ. ദൂരെയും സൈമോളൊന്നും പഠിച്ചാൽ പറ്റില്ലല്ലോ. നിങ്ങളെ പറ്റിച്ചാൽ തന്നെ ഉണ്ടാക്കുന്നതേ. ആ അന്നേയും പറ്റിച്ചു, ഞാൻ ഇന്നുവരും പറ്റിച്ചു. നിങ്ങളത് പറ്റിച്ചാൽ പറ്റും. ഇതല്ലേ അല്പം തരട്ടാ. ആ തിന്നോക്കാം ആദ്യം ഒരു കണ്ടം. ആ തിന്നോക്കാം ആദ്യം ഒരു കണ്ടം ടേസ്റ്റ് നോക്കാം. ആ
പിന്നെ രണ്ടാ തിന്നു. അപ്പോൾ വെയ്യാതായി കടന്നെരുതിക്കാണ്ട് വലിയ പേടിയൊന്നും എനിക്കില്ല കേട്ടോ. ഒന്നാമത് കാക്കൂറി ഇതുപോലൊക്കെ ഭക്ഷണം ഉണ്ടാക്കും. നമ്മൾ വെറുതെ വീഡിയോസിൽ വിളിച്ച് പറയണമെന്നല്ല, നിങ്ങൾക്ക് തന്നെ അറിയണമല്ലേ, കാണണമല്ലോ അല്ലേ. അപ്പോൾ ഓല തന്നെ ഉണ്ടാക്കും. ആ ഒരു സമാധാനം എവിടെ പോവുകയാണെങ്കിലും, ഇനിയിപ്പോൾ 2 ദിവസം എവിടെയെങ്കിലും നിൽക്കാൻ പോവുകയാണെങ്കിലും ഒരു സമാധാനം. ഇനി വല്ല ഹോസ്പിറ്റൽ കേസ് വന്നാലും ഇവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഒരാളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. താഴെ മുത്തച്ചിയൊക്കെ ഉണ്ട്, അവിടേക്കും വല്ലാതെ പോവൊന്നുമില്ല. ഒരാളെ ബുദ്ധിമുട്ടിക്കാണ് പരിപാടിയൊന്നും ഓല് ചെയ്യലില്ല. ഓല തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കഴിക്കും കേട്ടോ, ഓലെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നോക്കണ്ട. മാവൊക്കെ ചിന്തിയതാണ്, കാക്കു അരച്ചപ്പോൾ മാവ് ചിന്തിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഉരച്ച് നന്നാക്കണം. ഇന്നലെയൊന്നും ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും വലിച്ചു പോകുന്നല്ലാതെ. അപ്പോൾ ഇവിടെ ഒന്നും ഇനി ഞങ്ങൾക്ക് അറിയണമല്ലേ, രാത്രിയൊക്കെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ രാത്രിക്കത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട്, ഷെയറും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ അപ്പാന്ന് പിന്നെ നിങ്ങൾ കരുതണുണ്ടാവില്ലേ, അത് പൊടിയാണ് കേട്ടോ മക്കളെ. അരി ലേസം അരക്കാൻ ഞാൻ കുതിർത്തുകാണ്ട് വെച്ചിരുന്നു. എന്താ വെച്ചാൽ രാവിലെ അപ്പം ചുടാനും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എണീക്കാൻ വയ്യായിട്ടേ കാക്കും അത് ലേസം അരച്ചുകാണ്ട് ബാക്കി അതിൽ പൊടി ഇട്ടുകാണ്ട് അങ്ങോട്ട് കലക്കിക്കുക. കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും. അതിക്ക് ലേസം തേങ്ങയൊക്കെ ഇട്ടാൽ നല്ല രസമാണ്. എന്തെങ്കിലും നല്ലീരൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. നമ്മളെ അടുത്ത് ഇപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത കാക്ക് എന്ത് കെട്ടിക്കണ്, കാക്കും അത് നന്നായിട്ട് വെള്ളം പോലെ ആക്കിക്കാണ്ട് ആ ഇലയിൽ അങ്ങോട്ട് കുതിർത്തുകാണ്ടാണ് പോരുകയാണ് കേട്ടോ. അപ്പം പാർന്നാലും നല്ല രസമാണ്. കലക്കി പാർന്നപ്പോൾ ആക്കിക്കാണ്ട് പാർന്നാലും നല്ല രസമാണ്. വേപ്പികള എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പറ്റിക്കണ്ടേ കരുതിക്കാണ്ട് കാട്ടണമാണ് കാക്കൂട്ടോ. കാക്കൂനിപ്പോൾ ഒന്ന് പോകാനൊന്നും കഴിഞ്ഞിട്ടില്ല, എന്നിപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ അല്ലേ. അപ്പോൾ പിന്നെന്താ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നലത്തെ കമൻറ്റ് ഞാൻ കണ്ടു, വലിയൊരു കമൻറ്റ്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിന് ക്ഷാമമൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉണ്ട്. നമ്മളെ മക്കളെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഇടാനൊക്കെ ഉണ്ട്. പച്ച നുണി ഉണങ്ങിയ നുണിയൊന്നും ഞാൻ എവിടെയും പറയലില്ല. അവർക്കുള്ള കമൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദേഷ്യം കൊണ്ടൊന്നും പറയണല്ല കേട്ടോ. സുനീറ താത്താന്ന് തന്നെയാണ് വിളിക്കണത്, ബഹുമാനം കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയണത് കേട്ടോ. താഴെല്ലാണെങ്കിലും മേലെല്ലാണെങ്കിലും ബാഡ് കമൻറ്റ് ആയിക്കാണ്ട് അങ്ങനത്തെ ഒന്നും ഇടണ്ട. എന്തിനാ എനിക്ക് അതിൻ്റെ ആവശ്യം? ഞാൻ പറയണ അതിൽ കറക്റ്റ് പറയണ്ടു. ഇല വന്ന് മുള്ളിന് വീണാലും മുള്ള് വന്ന് ഇലക്ക് വീണാലും കേട് ഇലക്ക് തന്നെ നമുക്ക് തന്നെ ഏറല്ലേ. പബ്ലിക്കായിട്ട് വിളിച്ച് പറയണ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ഇന്നും വന്നിട്ട് അജാതി കോളുകൾ. ഇന്ന് റിതുവാണ് കൈകാര്യം ചെയ്തിരിക്കണത്. റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിതുവിനോട്. എന്തായാലും നമ്മളെ സ്നേഹിക്കണം ഒരുപാട് മാണിക്കക്കല്ലുകളുണ്ട്, ഓൽക്കൊന്നാണ് കേൾപ്പിച്ച് കൊടുക്കണം നമ്മളെ റിതുവിൻ്റെ പെർഫോമൻസ്. റിതു ആ വോയിസും റെക്കോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടി തന്നെയാണ് കാര്യമായിട്ട് ഫോൺ എടുക്കൽ, അല്ലെങ്കിൽ കാക്കു കൊടുക്കും. ഇവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും. നിങ്ങൾ ഉപയോഗിക്കണമാണോ ചോദിച്ചുകാണ്ട് ഇങ്ങനെ നിൽക്കും. എന്താപ്പോൾ അത് പറഞ്ഞ് എഴുതിക്കാണ്ട് ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുമെന്നല്ല, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടിൻ്റെ വീഡിയോസിൽ വിളിച്ച് പറയണല്ലേ. അപ്പോൾ അതിന് എന്നോട് ഒരു വെറുപ്പും തോന്നല്ലേ കേട്ടോ. അസ്സലാമു അലൈക്കും.